ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗൗതവും അതുപോലെ നന്ദയും ചേർന്ന് പ്രിയയുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് പിങ്കി ആണെങ്കിൽ കിട്ടിയ അവസരം മുതലെടുക്കാൻ വേണ്ടി നന്ദയ്ക്കും അതുപോലെ ഗൗതത്തിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർക്കിടയിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതെല്ലാം വന്ന് നിന്ന് വിശദീകരിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ഗൗതം ചോദിച്ചു. അപ്പോൾ എൻ്റെ ചോദ്യങ്ങൾക്ക് നീ എനിക്ക് വ്യക്തമായി മറുപടി തന്നേ പറ്റൂ ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ചോദിച്ച കാര്യങ്ങളൊക്കെ ന്യായമുള്ളതാണെന്നും, പക്ഷേ ഇപ്പോൾ അതിന് എനിക്ക് വേറൊന്നും പറയാനില്ല, ഒരേ ഒരു ഉത്തരം മാത്രമേ തരാനുള്ളൂ. നീ അർജുൻ്റെ ഭാര്യയും ഞാൻ നന്ദയുടെ ഭർത്താവുമാണ് എന്നുള്ള ഒരു മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി ആകെ ചമ്മിപ്പോയി. കാരണം ഗൗതത്തിൻ്റെ മുന്നിൽ നിന്ന് വലിയ വലിയ ന്യായങ്ങൾ ഒരുപാട് പറഞ്ഞതാ. പക്ഷേ അതൊന്നും നമ്മുടെ ഗൗതത്തിൻ്റെ മുന്നിൽ വിലപ്പോയില്ല. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് നമ്മുടെ ഗൗതം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിയയുടെ ഈ ഒരു ജീവിതം അതെല്ലാവരുടെയും മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായി, വല്ലാത്തൊരു വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇനിയിപ്പം നന്ദയ്ക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ അവിടെ ആകെ ചെയ്യാൻ പറ്റുന്നത് ലക്ഷ്മിക്കാണെന്നുള്ളൊരിതുണ്ട്. അങ്ങനെ ലക്ഷ്മിയെ സ്വാധീനിക്കാനായിട്ട് നമ്മുടെ നന്ദ തീരുമാനിച്ചുറപ്പിച്ച് നമ്മുടെ നേരെ ലക്ഷ്മിയെ കാണാൻ പോകുന്നു. അപ്പോൾ അരുന്ധതിയും ഒക്കെ ഇത് ലക്ഷ്മിയോട് പറഞ്ഞതാണ്, പക്ഷേ ലക്ഷ്മി അത്രത്തോളം കാര്യമാക്കിയില്ല. അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദ ലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ നന്ദയ്ക്ക് അത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ മനസ്സിലുള്ള കാര്യമാണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായിട്ടോ. ലക്ഷ്മി എന്നിട്ട് എന്ത് ചെയ്തു, നന്ദ പറഞ്ഞതല്ലേ എന്ന് ഓർത്തുകൊണ്ട് പ്രിയയെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രിയയെ കണ്ട് സംസാരിക്കുന്നു. പ്രിയയാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും അടുക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ പ്രിയയെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രിയ ഇല്ല ചെറിയമ്മേ, ഒരിക്കലും ഞാൻ അതിന് തയ്യാറാവില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ പ്രിയയുടെ ചെറിയമ്മ ചോദിക്കുകയാണ്, മോളെ പ്രിയേ, നീ ഇങ്ങനെ ഇപ്പോൾ പറയുന്നുണ്ട്, പക്ഷേ നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു തിന്മ സംഭവിക്കുന്നതായ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിന്നോട് പറയാറുണ്ടോ, അല്ലെങ്കിൽ ഞാൻ നിന്നോട് ആവശ്യപ്പെടാറുണ്ടോ? എൻ്റെ മോളുടെ ജീവിതത്തിൽ നന്മകളുണ്ടാകണമെന്ന് മാത്രമാണ് ചെറിയമ്മയ്ക്ക് ആഗ്രഹം. അതുകൊണ്ടാണ് ചെറിയമ്മ പറയുന്നത്, ഇനിയും എൻ്റെ മോളിങ്ങനെ ഒറ്റാന്തടിയായിട്ട് ജീവിക്കരുതെന്നും മറ്റുള്ളവർക്കുള്ളതുപോലെ ഒരു ജീവിതം നിനക്കും ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ജീവിതം ഉണ്ടെന്നാണ് ചെറിയമ്മയെ പറയുന്നത്? മറ്റുള്ളവർക്ക് ഒരു ജീവിതവും ഇല്ല. നമ്മുടെ ഈ കുടുംബത്തിൽ ചെറിയമ്മയുടെ മകനാണ് ഗൗതത്തിനൊരു ജീവിതമുണ്ടോ? അതുപോലെ തന്നെ ചെറിയമ്മ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരാളാണ് അർജുൻ്റെ ജീവിതം എന്തായി? അർജുൻ എവിടെയാണെന്ന് പോലും അറിയില്ല. പിന്നെ ആർക്ക് ജീവിതം ഉണ്ടായെന്നായി പറയുന്നതെന്നൊക്കെ പ്രിയ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പ്രിയ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതെ, എല്ലാവരുടെയും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ ഈ ഒരു കാര്യം കൊണ്ടെങ്കിലും സമാധാനിക്കാനുള്ളൊരു കാരണം ഈ കുടുംബത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതല്ലേ നല്ലതെന്നൊക്കെ ചോദിച്ച് ലക്ഷ്മി ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ കൊടുത്തു. അപ്പോൾ ലക്ഷ്മി അങ്ങനെ കുറേ ഉപദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ പ്രിയ സമ്മതിച്ചു കല്യാണത്തിന്. അപ്പോൾ ഇത് അവിടെ എല്ലാവരോടും പറഞ്ഞു. ഇത് കേട്ടവരെല്ലാവരും കൈയടിക്കുന്നു. പിന്നെ ലക്ഷ്മി എല്ലാവരുടെയും കണ്ണിലുണ്ണി തലേ ചുമന്ന് വെച്ചേക്കുന്നു. ലക്ഷ്മി എല്ലാവർക്കും വേണ്ടി ഇത്രയും ഗുണങ്ങളൊക്കെ ചെയ്തതാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെറുക്കൻ്റെ വീട്ടുകാരോട് വരാനൊക്കെ ആയിട്ട് പറയുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പ്രിയ റൂമിൽ ചെന്നപ്പോൾ വികെയുടെ ഫോട്ടോ, അതായത് വസന്തിൻ്റെ ഫോട്ടോ പ്രിയയുടെ ഒരു ബുക്കിൽ പ്രിയ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ എടുത്ത് പിടിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിനോട് വർത്തമാനം പറയുക. തൻ്റെ ജീവിതത്തിൽ താൻ ഇത്രയും കാലം പൊരുതി നിന്നു, പക്ഷേ ഇനി അങ്ങോട്ട് പൊരുതി നിൽക്കാനായിട്ട് തന്നെ കൊണ്ട് കഴിയില്ലെന്നും, തൻ്റെ ജീവിതത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് ഇടപെട്ട് കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണമെന്ന് തനിക്ക് അറിയില്ല, എനിക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് പോകാൻ ഒരിക്കലും സാധിക്കില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ പറയാം. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി നിന്നു കൊടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മറ്റാര് പറഞ്ഞാലും ഞാനത് അനുസരിക്കില്ലായിരുന്നു, പക്ഷേ ചെറിയമ്മ എന്നോട് പറഞ്ഞു, നന്ദ എന്നോട് പറഞ്ഞു, ഗൗതം പറഞ്ഞു, അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. വെറുതെ ആണെങ്കിൽ പോലും ഞാൻ അതിനൊന്ന് നിന്ന് കൊടുക്കും, പിന്നെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോട്ടോയിൽ നോക്കി സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് പിന്നെ VK സാറ് കോളേജിൽ അന്നേ ദിവസം വന്നില്ല. VK സാറ് കോളേജിൽ വരാത്തത് വേറൊന്നുമല്ല, VK സാറിന് ചെറിയൊരു അറ്റാക്കിൻ്റെ ആ ഒരു ഇത്, കാരണം കുടിച്ചു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഹൃദയപരമായിട്ടൊക്കെ തകർന്നു പോയ ആ മനുഷ്യൻ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു. അങ്ങനെ ഇവിടെ നമ്മുടെ പ്രിയയുടെ കല്യാണം, രണ്ടാം കല്യാണം നല്ല തകൃതിയായിട്ട് നടത്താനുള്ള പരിശ്രമങ്ങൾ ഇവരെല്ലാവരും നടത്തുന്ന സാഹചര്യത്തിൽ അവിടെ അദ്ദേഹം പ്രിയ ഒന്ന് കാണണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ആ ഒരു ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പോൾ കൂട്ടുകാരനോട് പറഞ്ഞു പ്രിയ ഒന്ന് കാണണമെന്ന്. പക്ഷേ പ്രിയയെ കാണാൻ പ്രിയ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഏത് സാഹചര്യത്തിലാണെന്നോ ഒന്നും കൂട്ടുകാർക്കാർക്കും അറിയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ അദ്ദേഹം ആകെ പെട്ട് നിൽക്കുന്നു. ഈ സമയത്ത് അവിടെ എല്ലാവരും തുള്ളിച്ചാടി സന്തോഷിച്ച് ചെറുക്കൻ്റെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു വരാനായിട്ട്. അപ്പോഴത്തേക്കും ചെറുക്കൻ്റെ വീട്ടുകാരവിടെ റെഡി ആയി കഴിഞ്ഞു ഇവിടെ നമ്മുടെ പ്രിയയെ കാണാൻ വരാനായിട്ട്.
അപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർ വരുമെന്നുള്ള കാര്യം നമ്മുടെ പ്രിയയ്ക്ക് മനസ്സിലായി. പ്രിയ എന്നിട്ട് ഇങ്ങനെ ആകെ നിരാശപ്പെട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ ഗൗതത്തിന് മനസ്സിലായി പ്രിയേച്ചിക്ക് തീരെ താല്പര്യമില്ലാതെ തന്നെയാണ് ഈ കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ടാണ് സമ്മതിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം. അത് കഴിഞ്ഞ് അമ്മയും മോനും കൂടി ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത്, അതായത് ലക്ഷ്മിയും നമ്മുടെ ഗൗതവും കൂടി. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ചെറുക്കൻ്റെ വീട്ടുകാർ വരുന്നതിൻ്റെ ആ ഒരു തൊട്ട് മുൻപ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ലക്ഷ്മിയുണ്ട്, അതുപോലെ നന്ദ, ഇവരെല്ലാവരും ഉണ്ട്, പവിത്ര, ഇവരൊക്കെ ഉണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയയുടെ കാര്യങ്ങൾ, അപ്പോൾ പ്രിയ ചേച്ചി ഇതിന് സമ്മതിച്ചത് വലിയ കാര്യമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പവിത്ര ഇങ്ങനെ പറയുമ്പോൾ അത് ഏട്ടത്തി കാരണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പറയാം. അപ്പോൾ പ്രിയയുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണെന്നും പ്രിയയ്ക്കൊരു ജീവിതമുണ്ടായി കാണണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനെന്നും പ്രിയയുടെ ജീവിതം ഇങ്ങനെ ഒരു കല്ലിലിട്ട കലമായി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. പക്ഷേ ഈശ്വരന്മാർ പോലും അവളോട് ക്രൂരത കാണിച്ചു. മറ്റെന്തും ഈശ്വരൻ അവളോട് ചെയ്തോട്ടെ, പക്ഷേ ഒരു കാര്യം മാത്രം ഈശ്വരന്മാർ അവളോട് ചെയ്തത് എനിക്കും സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് നന്ദ ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടി നോക്കി നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ പ്രിയയുടെ കുഞ്ഞിൻ്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞു. പ്രിയയുടെ കുഞ്ഞിൻ്റെ കാര്യം, അതെങ്കിലും ഈശ്വരൻ അവളോട് നീതി കാണിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറയണു കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായി. എന്നാന്ന് പറഞ്ഞാലും പവിത്രയ്ക്ക് സങ്കടമായി. മോഹിനി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കാം. ഇനിയിപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാമെങ്കിൽ പോലും മനസ്സിൻ്റെ ആ ഒരു വിങ്ങൽ പറഞ്ഞു തീർക്കണ്ടേ എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരിതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയും അതുപോലെ ചെറുക്കൻ്റെ വീട്ടുകാർ വരുന്ന ഒരു ടൈമായപ്പോൾ നന്ദയും പിങ്കി ഇവരെല്ലാവരും കൂടി ഇങ്ങനെ മൊത്തത്തിൽ എല്ലാവരും വന്നിങ്ങനെ കൂടി നിൽക്കുക. അപ്പോഴാണ് നന്ദയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. നന്ദയുടെ ഫോണിലേക്ക് കോള് വന്നു. നന്ദ അത് അറ്റൻഡ് ചെയ്തു. ഓ മൈ ഗോഡ് എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ നിൽക്കുന്നു. കാരണം വേറൊന്നുമല്ല, അത് വന്നത് നമ്മുടെ VK സാറിൻ്റെ ഹോസ്പിറ്റലൈസ്ഡ് വിഷയം അറിയിച്ചുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചെറിയ അറ്റാക്ക് പോലെ വന്നു, അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദയെ അറിഞ്ഞപ്പോൾ നന്ദ ഞെട്ടിപ്പോയി. അപ്പോൾ നന്ദയ്ക്ക് ഉടനെ തന്നെ അങ്ങോട്ട് പോകണം എന്നുള്ളൊരിത് വന്നു, അതായത് സാറിനെ കാണാനായിട്ട് പോകണം. അപ്പോൾ വീട്ടിൽ വലിയൊരു ചടങ്ങ് നടക്കുമ്പോൾ, ഇവരുടെ എന്തോ വലിയ മോതിരവും മേടിച്ച് വെച്ചിട്ട് വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ ഏതോ ഒരുത്തനെ കാണാൻ പോകുന്ന നന്ദയെ ഇവരെല്ലാവരും എങ്ങനെ കാണും? അതേ രീതിയിൽ തന്നെ കണ്ടു. പിങ്കിയാണ് കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് വലിയ ആളാവുകയും ചെയ്തു. വീട്ടിലൊരു ആവശ്യം വന്നാൽ പിങ്കി മോളെ എപ്പോഴും വീട്ടിലുള്ളൂ, അല്ലെങ്കിൽ ആരും ഇല്ല എന്നൊക്കെയുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് ഇങ്ങനെ വരും. ഏതാണ് ഇതിൻ്റെയൊക്കെ അവസാനം എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണാം. എല്ലാവർക്കും താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ.